ഈ കേന്ദ്രത്തിൽ ബി.ജെ.പി. ഭരണം ഇല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും കാശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥയായിരിക്കുമെന്ന് ചിലർ പറയുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? അതിനോട് യോജിച്ചേ മതിയാകുള്ളൂ. കാരണം 1921 വേട്ടയാടപ്പെട്ടൊരു സമൂഹമാണ് കേരളത്തിലെ ഹൈന്ദവ സമൂഹം. അതിനുശേഷം ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ ശക്തമായ നടപടികളിലൂടെ ഒരു ചെറിയ തളർച്ച ആ ജിഹാദി വിഭാഗത്തിന് വന്നിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കാണുന്നത് ജനസംഖ്യാപരമായി മുന്നേറുന്ന സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ ശക്തമായ തീവ്രവാദ സംഘടനകളുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന കേരളത്തിലെ രാഷ്ട്രീയം, അത് ഇടതുപക്ഷ രാഷ്ട്രീയമാകാം വലതുപക്ഷ രാഷ്ട്രീയമാകാം, വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ആ ഒരു പച്ചപ്പ് കണ്ടുകൊണ്ട് അവർ എല്ലാ ജിഹാദി തരങ്ങൾക്കും കണ്ണുപൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ ഇരകളായി മാറുക ഇവിടുത്തെ ഹൈന്ദവ സമൂഹമാണ്. അവർ പലപ്പോഴും പച്ചയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് കാശ്മീരിന് ശേഷം കേരളമാണ് എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞതല്ല, അവർ തന്നെ പറഞ്ഞിട്ടുള്ള ഇസ്ലാമിക സംഘടനകൾ ശക്തമായി മുദ്രാവാക്യങ്ങൾ പലതിൻ്റെയും സൂചനകളാണ്. ഒരു സംഘടനകൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് മുദ്രാവാക്യങ്ങൾ. അത് വെറുതെ താളം ഒപ്പിച്ച് വിളിക്കുന്ന ഒരു പദസമ്പത്തല്ല, അത് സൂചനകളാണ്. അപ്പോൾ ആ സൂചന അനുസരിച്ച് കേരളം ഞങ്ങൾ കാശ്മീരാക്കും എന്നവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവർ ചെയ്യാൻ അണിയറയിൽ മാത്രമല്ല അരങ്ങിലും പരിശ്രമിച്ചു വന്നിരുന്നു. അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോളാൻ പരസ്യമായൊരു കൊച്ചുകുട്ടിയുടെ വായിലൂടെയാണ് വിളിച്ചത്. അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കത്തിക്കും എന്ന് വിളിച്ചതും അതൊക്കെ ഉള്ളിലിരിപ്പ് പുറത്തു വരുന്നതാണ്. അത് ചെയ്യുമെന്നതിൽ രണ്ടില്ല സംശയം. കാരണം ഇതൊക്കെ മാപ്പിള ലഹളക്കാലത്തോടെ അനുഭവിച്ചതാണ്. ആരാധനാലയങ്ങളിൽ പച്ചയ്ക്ക് കത്തിക്കുന്നതാണെങ്കിലും കിണറിൽ പച്ചയോടെ വെട്ടി തള്ളുന്നതാണെങ്കിലും ഒക്കെ ഇതിവിടെ നടന്നു. ജീവനോടെ തൊലിയുരിക്കുന്നതാണെങ്കിലും അമ്മ പെങ്ങന്മാരെ മാനം പിച്ച് ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ മാപ്പിള ലഹളക്കാലത്ത് നമ്മൾ അനുഭവിച്ചതാണ്. അപ്പോൾ അതിലേക്ക് വീണ്ടും പോകും എന്നുള്ളത് ഒരു ആശങ്ക മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് ഈശ്വരാനുഗ്രഹം എന്ന് തന്നെ പറയട്ടെ, 2014 മുതൽ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് ഒരുപക്ഷെ കേരളത്തിലെ ഹിന്ദുവിനെ ഒരു പരിധിവരെ ആ ഭയത്തിൽ നിന്ന് ഒന്നകറ്റി നിർത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇസ്ലാമിക സംഘടനകൾക്കൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പൂട്ട് വീണ് കഴിഞ്ഞു. തീവ്രവാദ സംഘടനകളെ നിരോധിച്ചു കഴിഞ്ഞു. അവരുടെ സാമ്പത്തിക സ്രോതസ്സ് തെറ്റായ വഴിക്ക് എവിടെ നിന്നാണോ വരുന്നതെങ്കിൽ അത് അടയ്ക്കാനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിജയം എന്ന് തന്നെ പറയാം. അതിലാണ് ഇവിടുത്തെ ഹിന്ദുവിൻ്റെ ജീവനും ജീവിതവും നിലനിൽക്കുന്നത്.